തിരുവനന്തപുരത്ത് ഭിന്നശേഷിക്കാരിയായ 17 വയസ്സുകാരിക്ക് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ക്രൂരമർദ്ദനമെന്നു പരാതി. ആലപ്പുഴ ആറാട്ടുപുഴ സ്വദേശിക്കാണ് മർദ്ദനമേറ്റത്. ബഥാനിയ റീഹാബിലിറ്റേഷൻ സെന്ററിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. അമ്മയെ ഫോണിൽ വിളിച്ച് നൽകണമെന്നാവശ്യപ്പെട്ടതിന് കരണത്തടിക്കുകയും കൈകാലുകൾ കെട്ടിയിട്ട് ഉപദ്രവിക്കുകയും ചെയ്തതായി പെൺകുട്ടി പറയുന്നു. തലചുറ്റി വീണ പെൺകുട്ടിയെ ചവിട്ടുപടിയിലൂടെ വലിച്ചിഴച്ചാണ് കൊണ്ടുപോയതെന്നും ആരോപണമുണ്ട്. സിസ്റ്റർ ജിൻസിക്കും 2 ജീവനക്കാർക്കുമെതിരെ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. അനുരു അശോകൻ ചേരുന്നു. അനുരുവും ഞെട്ടിക്കുന്ന വിവരങ്ങളാണല്ലോ പുറത്തുവരുന്ന. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്യാമിലെ, ഈ ജൂൺ 9-നാണ് ഇത്തരത്തിലൊരു അക്രമം ആ പെൺകുട്ടിക്ക് നേരെ സംഭവിച്ചത്. 17 വയസ്സുകാരിയാണ്, ഭിന്നശേഷിക്കാരിയാണ്. അമ്മയെ കാണണമെന്ന് ആവശ്യപ്പെട്ടതിനാണ് ഇത്തരത്തിൽ അവിടുത്തെ സിസ്റ്റർ ജിൻസിയുടെ നേതൃത്വത്തിൽ 2 വനിതാ ജീവനക്കാരി ഉൾപ്പെടെ ആ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത്. അമ്മയെ വിളിച്ചു തരാൻ കഴിയില്ല, ഫോണിൽ വിളിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെകിട്ടത്തടിക്കുകയും തലപിടിച്ച് ഇടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ബോധം കെട്ട് വീണപ്പോൾ കുട്ടിയെ സ്റ്റെപ്പിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോയി കൈകാലുകൾ കെട്ടിയിട്ടു തുടങ്ങിയ പരാതികളാണ് ഉള്ളത്. കുട്ടിയുടെ വിഷമം അമ്മയെ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് അമ്മ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ആദ്യം തൃക്കുന്നപ്പുഴ പോലീസ് FIR ഇട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനെ കൈമാറുകയായിരുന്നു ശ്യാമിലി. ശരി, 2 പേർ നിലവിൽ അറസ്റ്റിലായിട്ടുണ്ടല്ലോ. അത് ഈ കുട്ടിയെ ഈ പറയുന്നത് പോലെ സിസ്റ്റർ ജിൻസിയും മറ്റു 2 ജീവനക്കാരും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഈ മറ്റു 2 ജീവനക്കാർ ആരൊക്കെയാണ്? ഇത് മറ്റുള്ള അവിടെ ഉള്ള മറ്റ് അന്തേവാസികളുടെ മായി ബന്ധപ്പെടാനോ മറ്റോ നിലവിൽ കഴിഞ്ഞിട്ടുണ്ടോ? അവർക്കൊക്കെ സമാന അനുഭവമാണോ ഉണ്ടായിരിക്കുന്നത്? അത്തരം വിശദാംശങ്ങൾ ഉണ്ടോ അനുരു? ഇല്ല, ഇത് സംബന്ധിച്ചിപ്പോൾ നിലവിൽ കേസ് എടുത്തിട്ടേ ഉള്ളൂ. ഈ പരാതിയിൽ കൂടുതൽ അന്വേഷണം വേണമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന മറുപടി. എന്തായാലും കുട്ടിയുടെ അമ്മയുടെ മൊഴി എടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ചിട്ട് ഇനി ആ പറയുന്ന കേന്ദ്രത്തിലും കൂടെ പോലീസ് എത്തി കൂടുതൽ ഒരു വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കൂടുതൽ നടപടികളിലേക്ക് കടക്കൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ശാമിലി, ശരി, അനുരു അശോകനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് 17 വയസ്സുകാരിക്ക് ക്രൂരമർദ്ദനം, അതും ഭിന്നശേഷിക്കാരെയാണ്. അവർ റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് ഇങ്ങനെ ഒരു കാര്യം നടന്നിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. 3 പേർ അറസ്റ്റിലായിട്ടുമുണ്ട്. അനുരു അശോകൻ വിവരങ്ങൾ നൽകിയത്.